2026 ഫെബ്രുവരി 28 പശ്ചിമേഷ്യയുടെ സമാധാനത്തിനുമേൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ഓപ്പറേഷൻ റൈസിംഗ് ലൈനിലൂടെ ഉടൻ തന്നെ ഇറാനെ തകർക്കാമെന്ന സ്വപ്നത്തോടെ ട്രംപും നെതന്യാഹുവും കൈകോർത്ത് നടത്തിയ നീക്കം. ഇറാന്റെ ആണവശക്തിയെ തകർക്കണം, ഭരണകൂടം താഴെ വീഴണം. ഇറാന് നേരെ തുടരെയുള്ള മിസൈൽ ആക്രമണങ്ങൾ. പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയെയും മറ്റ് പ്രധാന നേതാക്കളെയും വധിച്ചു. ഉടൻ ഇറാൻ ഭരണകൂടം താഴെ വീഴുമെന്ന് കരുതിയിടത്ത് തിരിച്ചടി നൽകി ഇറാൻ. ട്രംപിന്റെ ഭീഷണികൾ ചവറ്റുകുട്ടയിലെറിഞ്ഞു. യുദ്ധം മുറുകി. ഇനിയും മാറ്റമില്ലാതെ പിന്നിട്ട 100 ദിനങ്ങൾ. യുദ്ധത്തിന്റെ ആദ്യ ദിനം മണ്ണിൽ വീണത് കുരുന്നുകളുടെ ചോരയായിരുന്നു. അമേരിക്കയും ഇസ്രായേലും നടത്തിയ സംയുക്താക്രമണത്തിൽ തെക്കൻ ഇറാനിലെ മിനാബ് മേഖലയിലെ സ്കൂളിൽ മിസൈൽ പതിച്ചു. സ്വപ്നങ്ങളും നിഷ്കളങ്കതയും ബാക്കിയാക്കി ജീവിതം എന്തെന്നറിയുന്നതിന് മുമ്പേ കൊഴിഞ്ഞുപോയ കുരുന്നുകൾ. 160-ലധികം നിരപരാധികളായ കുഞ്ഞുങ്ങളുടെ കൂട്ടസംസ്കാരം ഇന്നും വേദനിപ്പിക്കുന്ന, ഭയപ്പെടുത്തുന്ന ഓർമ്മയാണ്. യുദ്ധത്തിലാകെ ജീവൻ നഷ്ടമായത് 7000-ലധികം പേർക്കാണ്. പകുതിയിലേറെയും ലെബനനിലും. 3500-ലധികം മനുഷ്യർക്കാണ് ലെബനനിൽ മാത്രം ജീവൻ നഷ്ടമായത്. 12 ലക്ഷത്തിലധികം പേർ ഭവനരഹിതരായി. ഗൾഫ് മേഖല ഇന്നും ആശങ്കയിലാണ്. തന്ത്രപ്രധാന നീക്കങ്ങളിലൂടെ തിരിച്ചടി നൽകാൻ ഇറാൻ കൈപ്പിടിയിലാക്കിയത് ഹോർമൂസിനെയാണ്. കടലിടുക്കിലെ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചതോടെ ചരക്കുനീക്കം വൻ പ്രതിസന്ധിയിലായി. ശരാശരി 100 കപ്പലുകൾ വരെ സുഗമമായി കടന്നുപോയിക്കൊണ്ടിരുന്ന പാതയിലൂടെ ഇപ്പോൾ വെറും 10-ൽ താഴെ കപ്പലുകൾ മാത്രമാണ് നീങ്ങുന്നത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് നീങ്ങി ലോകം. പാചകവാതക പ്രതിസന്ധി, പെട്രോൾ ഡീസൽ വില വർധനവെല്ലാം ഇന്നും നമ്മൾ സഹിക്കുകയാണ്. സമാധാന ചർച്ചകൾ എങ്ങും എത്തിയിട്ടില്ല. ചർച്ചകൾക്കായി പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മൊഹസിൻ നഖ്വി കഴിഞ്ഞ ദിവസം ടെഹ്റാനിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ സമാധാന കരാറിന് അന്തിമ രൂപം നൽകാൻ കടമ്പകൾ ഇനിയും ഏറെയാണ്. അപ്പോഴും ട്രംപ് പറയുന്നുണ്ട് കരാർ ഉടൻ ഉണ്ടാകുമെന്ന്, യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന്. പക്ഷേ വിശ്വസിക്കാൻ പാടാണ്. മനുഷ്യരുടെ ചോര ഇപ്പോഴും വീഴുന്നുണ്ട്. തലയിലുദിച്ച ബുദ്ധിയിൽ എവിടെയോ നടക്കുന്ന യുദ്ധം ഇന്ന് നമ്മുടെ തീന്മേശയിൽ വരെ എത്തിയിട്ടുണ്ട്. ഇപ്പോഴും കേൾക്കുന്നുണ്ട് യുദ്ധത്തിന്റെ ശബ്ദം. സമാധാനം അകലെയാണ്.